എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എപ്പോൾ വരുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പരീക്ഷ അവസാനിച്ചു, അപ്പോൾ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് വന്നോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം അഡ്മിഷന് ഒക്കെ പോകാൻ. നമുക്കതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് പോകാം. +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കൊരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റോട് കൂടി തന്നെ എന്തായാലും റിസൾട്ട് അറിയാൻ സാധിക്കും. ഒരു ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റോടെ കൂടി തന്നെ എന്തായാലും +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് വളരെ പ്രധാനപ്പെട്ട അറിവ്. ഡേറ്റ് വന്നോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് നിലവിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ റിസൾട്ട് ഏതായാലും ഒരു ജൂലൈ അവസാനത്തോടെയും അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ കയറുക. ശേഷം +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട്സ് 2024 എന്ന ലിങ്ക് കാണും. ഇപ്പോൾ അതില്ല. ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അത് വരും. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അങ്ങനെ ലിങ്ക് അവിടെ കാണും. ഇപ്പോൾ അതില്ല. ആ റിസൾട്ട് അവിടെ വരും. ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പോഴായിരിക്കും ആ ലിങ്ക് അവിടെ വരിക. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.